പ്രൈസ് ദി ലോർഡ്. 12-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, വാക്കുമാറാത്ത ദൈവമാണ്, ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ദൈവമാണ്. വിശ്വസ്തനായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനിലേക്ക് ഉറ്റുനോക്കുകയാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യപുത്രന്മാരിൽ ഇന്ന് വിശ്വസ്തത കുറഞ്ഞു വരുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു പരമപ്രധാനമായ സത്യമാണ്. കർത്താവ് താലന്തുകളുടെ ഉപമ പറഞ്ഞു തരുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യജമാനൻ തൻ്റെ ഭൃത്യന്മാർക്ക് തൻ്റെ കയ്യിലുള്ള താലന്തുകൾ വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ഒരുവൻ 5, ഒരുവന് 2, ഒരുവന് 1 അങ്ങനെ കൊടുത്തിട്ട് തിരികെ വരുമ്പോഴേക്കും 5 കൊടുത്തവൻ 5, 2 കൊടുത്തവൻ 2, 1 കൊടുത്തവൻ അതൊന്നും ഉണ്ടാക്കാതെ കുഴിച്ചിടുന്ന അനുഭവത്തിലേക്ക് വരുന്ന ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. താൻ നൽകിയതിലും ഇരട്ടിയായി തനിച്ച് തിരിച്ചു നൽകിയ ആ വിശ്വസ്തരായ ഭൃത്യന്മാരെ നോക്കി ഇപ്രകാരം പറയുകയാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഓരോ ഇടങ്ങളിൽ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമ്മുടെ ജോലി മേഖലകളിലാകട്ടെ, നമ്മുടെ ദേശത്തിലാകട്ടെ, നമ്മുടെ സഭകളിലാകട്ടെ, നമ്മെ എവിടെ ആക്കി വെച്ചിരിക്കുന്നുവോ കർത്താവിൽ വിശ്വസ്തത ഉള്ളവരായിട്ട്, നാം ജോലിയിൽ ഏറ്റവും വിശ്വസ്തതയുള്ളവരായിട്ട് നിൽക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മുടെ ദൈവം സന്തോഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം പതറിപ്പോകുന്ന, നാം തളർന്നു പോകുന്ന അനേക ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, സ്വന്തക്കാർ തള്ളിപ്പറയുമ്പോൾ, കടഭാരത്താൽ വല്ലാതെ ഭാരപ്പെടുമ്പോൾ, മറ്റുള്ളവർ ഇല്ലാത്ത ആരോപണങ്ങളാൽ നമ്മളെ കുടുക്കുമ്പോൾ, രക്ഷിക്കുമെന്ന് കരുതിയവർ നമ്മളെ തള്ളിക്കളയുമ്പോൾ, രോഗത്തിന്റെ പ്രയാസത്താൽ നാം ഭാരപ്പെടുമ്പോൾ, കർത്താവിനെ നാം ഒരിക്കലും തള്ളിപ്പറയരുത്. ജീവിതത്തിന്റെ അവസാനം വരെ ദൈവത്തിൽ വിശ്വസ്തതയുള്ളവരായിട്ട്, നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തതയുള്ളവരായിട്ട് നാം ഓരോരുത്തരും മാറണം. രാജാവിനെ നമസ്കരിക്കാത്ത ആ 3 എബ്രായ ബാലന്മാരെ ആ തീക്കുണ്ടത്തിന്റെ നടുവിലേക്ക് തള്ളിയിടുമ്പോഴും ആ 3 ബാലന്മാർ വളരെ എരിവോടെ രാജാവിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. പ്രിയമുള്ളവരെ, ഈ വിശ്വസ്തതയും ധൈര്യവുമാണ് ദാനിയേലിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഈ ധൈര്യമാണ് പത്രോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ ഉണ്ടായത്. ഈ വിശ്വസ്തതയാണ് പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ജീവിതത്തിന്റെ മരണത്തിന്റെ അന്ത്യം വരെയും നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുകയാണ്. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ, നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Have a blessed day.